ഇവിടെ എന്തോ ഭൂതങ്ങളുടെ എന്തോ ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നത്. ചേരന്മാരുടെ ആയുധപ്പേരെ നമുക്ക് കണ്ടാക്കാം. ഭൂതഗണങ്ങളുടെ സഹായം തേടി. അപ്പം സഹായം തേടിയപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യാത്രാമോഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല. നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ ഒരാഴ്ച പൂജയുടെ അവധിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വന്ന വഴി ഭൂതത്താങ്കെട്ട് അണക്കെട്ടൊന്ന് കാണാൻ നിർത്തും. ഫസ്റ്റ് നിങ്ങൾ ഭൂതത്താങ്കെട്ട് അണക്കെട്ട് വന്നു കഴിയുമ്പം മാപ്പിലൊക്കെ കാണിക്കുക. ഇപ്പോഴത്തെ മെയിൻ ഒരു ഡാമാണ്. നമ്മൾ അത് പോയി ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഭൂതം കെട്ടിയൊരു ഡാമുണ്ട് മണ്ണും കൊണ്ടൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോവാം. അതിൻ്റെ ഇവിടെ കയറിയപ്പം ഫോട്ടോഗ്രാഫിയൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മറ്റോടത്ത് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഡാമെടുത്ത് നമ്മുടെ ഭൂതത്താങ്കെട്ടിലേക്കുള്ള വഴി ഇതാണ്. നിങ്ങൾ വന്നു കഴിയുമ്പം ഈ KSEBയുടെ വെൽക്കം ടു ഇടമലയാർ ഈ ബോർഡിൻ്റെ അടയാളം വെച്ചിട്ട് വണ്ടി നിർത്തുക. വിശാലമായ പാർക്കിംഗ് ഏരിയ ഇവിടെയുണ്ട്. ഇവിടുന്ന് നേരെ അത് ഇതിൻ്റെ അകത്തും പാർക്ക് ചെയ്യാം. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് ഇത് നമ്മുടെ ഭൂതത്താങ്കെട്ടിലേക്ക്, പഴയ ഭൂതത്താങ്കെട്ടിലേക്കുള്ള വഴി. ഈ നമ്മൾ 3 പേരാണുള്ളത്. നമ്മൾ 60 രൂപ ടിക്കറ്റൊക്കെ ഓരോരുത്തർക്ക് വെച്ചെടുത്തു. നമ്മുടെ പഴയ ഭൂതത്താങ്കെട്ടിലേക്കകത്തേക്കുള്ള വഴിയാട്ടോ ഇത്. അപ്പം വരുന്നവർ എൻട്രി പാസ് ഉണ്ട്, അതൊക്കെയൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇതാണ് നമ്മുടെ നടപ്പാത. നമ്മളൊരു 1/2 കിലോമീറ്ററോളമായി നടക്കുന്നു. നമുക്ക് നോക്കാം. പക്ഷേ ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിലും എനിക്കൊന്നുകൂടെ വാച്ചർമാരുണ്ട്. ഞാൻ കുറേ ഗ്രൂപ്പായിട്ട് വരുന്ന കുഞ്ഞു പിള്ളേരുടെ കൂടുതൽ വാച്ചർമാരെയൊക്കെ കണ്ടു. അതുപോലെ തന്നെ കുറേ അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയറി നോക്കാല്ലേ? അവരുടെ കാലത്ത് റെഫറൻസ് കീപ്പ് ചെയ്ത ഒത്തിരി ദൂരെയാണ്. പുരാവസിന്റെ അത്ര ഒരു പുറം നിൽക്കുന്നത്. പുരാവസിന്റെ അത്ര ഇരിപ്പുണ്ടോ 15 മിനിറ്റ് വിളിക്കണം. ഉള്ളിൽ ആരും ഒടുങ്ങി വരും. ഒത്തിരി ഉള്ളിൽ പോകുമ്പോൾ ഇവിടുത്തെ വളവുണ്ടെങ്കിൽ കാണിച്ചു കാണാം. ഒത്തിരി പോയി മുളപ്പന്നിട്ട് പോകും. കുറേ പെണ്ണാക്കാൻ പോയപ്പോൾ ഞാൻ ഒരാണോടിയുമ്പോൾ എളുപ്പമുണ്ട് പറയാൻ പറ്റില്ല. ഒരു കാര്യം എന്നാ അതുകൊണ്ട് ഒരു 10-50 രൂപ 10 രൂപ വരാം. ചൂടുകൊണ്ട് വേർത്ത് നാശാവും. ചൂടാണ്. നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഇറങ്ങി എത്തിയോടെ എല്ലാവരും ഞാൻ കത്തു വരുന്നത്. എവിടെ ഞാൻ മുള്ളമന്തി പാന്നിട്ട് പോയി ചൂടോടത്തില്ലേ ഫോട്ടോ കാണിച്ചു അടിയിലോട്ട്. ചേരന്മാരുടെ ആയുധപ്പേരെ നമുക്ക് കണ്ടാക്കാം. കൊടിയേരി ഇരുട്ടാടാ. ആണോ? മറ്റേ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണോ? ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണ ഫോൺ എടുത്തിട്ട് 15 മീറ്റർ കയറാനാണ് പുള്ളി പറഞ്ഞത്. ഓ അമേസിംഗ്. നമുക്ക് ഇങ്ങനെ പോണോ? ഇതൊക്കെ പോരെ? കുറച്ച് കയറാടാ. നിനക്ക് മറ്റേ ക്ലസ്റ്റർഫോബിക് പ്രശ്നമുണ്ടോ? മറ്റേ ഇടുങ്ങിയ സ്ഥലം അതിന്റെ ഭയമില്ല. പക്ഷെ നടുവ് തട്ടുന്നു. നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് അധികം കയറണ്ടാന്ന്. മുള്ളംപന്നി കാണും. അവസാനം അവൻ കൊടയും ചെയ്ത് കഴിഞ്ഞാൽ കാര്യത്തില്ലാരോ. അവിടെ വരെ കയറി തല മാറ്റി ഒന്ന് കാണാൻ വേണം. കാണത്തില്ല. ഫോക്കസ് ചെയ്ത് വഴിയുണ്ടായിരിക്കും. പക്ഷെ എന്തൊക്കെയാ ഒന്നും അനങ്ങുന്ന പോലത്തെ കേട്ടോ. ആ ഫ്രണ്ട് വാവല് കുഞ്ഞു ഇറങ്ങി
വാവലാടേ കുഴപ്പമില്ല. GPS signal lost. സിഗ്നലൊക്കെ പോയി ഇറങ്ങി ഇറങ്ങി വാവല ഓടിക്കോ മാറ്റിയേക്കാ. അതാ അവിടെ വെട്ടം കണ്ടിട്ട് അമ്മ ഇറങ്ങി വന്ന സാമ്പത്തെ എക്സ്പീരിയൻസ് പറയും വിളി ഇറങ്ങിയിട്ട് ജീവനെ കൊതിയുള്ള അടിമുട്ടിയാണ്. വവ്വാല്, നിപ്പ, മുള്ളം പന്നി, അപ്പൊ ഗൈസ് നമ്മുടെ ഗുഹ വേർത്ത് കുളിച്ചു പോയി. കൂടിപ്പോയ 2-3 മിനിറ്റ് അതിൻ്റെ അകത്ത് ഇരുന്നുള്ളൂ വേർത്ത് കുളിച്ച്. പക്ഷേ ആ ഗുഹയ്ക്കകത്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും 2 വവ്വാൽ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അതുങ്ങളെ കുതിച്ച് അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഉള്ള നേരത്തെ തിരിച്ചാടി. അതുപോലെ തന്നെ നമ്മുടെ ഗൈഡും പറഞ്ഞു മുള്ളമ്പന്നി കാണും, അവനെങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ മോണ്ട മുഴുവൻ ഇരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ആയിരിക്കില്ല, ചിലപ്പോൾ ഒരാഴ്ച 1 മാസമൊക്കെ പോയി കിട്ടും. കണ്ണിലാണ് തറക്കുന്നതെങ്കിൽ അതും പോയി കിട്ടും. പിന്നെ നമ്മളെന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോന്നു. പക്ഷേ വരുന്ന വഴിക്കൊക്കെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഡാമിൻ്റെ അടുത്തെത്തി. പണ്ട് ഭൂതം കെട്ടിയ ഡാമെന്നാണ് ഐതിഹ്യം. ഭൂതം കല്ലുരുട്ടി കെട്ടിയതെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് അറിയില്ല. പോയി നോക്കാം. ഭയങ്കര തിരക്കാണല്ലോ. ഇതൊരു അവധി ദിവസമായതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മളൊരു ഞായറാഴ്ച ദിവസം രാവിലെ ആട്ടോ പോകുന്നത്. അടുത്തയാഴ്ച ഫുൾ അവധി അങ്ങനെ നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല തിരക്കാണ്. എന്തായാലും പോകാം. കൊള്ളാല്ലേ? 60 രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ കുറേ ഫാമിലീസായിട്ട് വരുന്നവരെയും കുറേ കപ്പിൾസിനെ കണ്ടു. ഭൂതങ്ങളുടെ എന്താ ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നത് നീ അതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഈ ഒരു ഐതിഹ്യം ഇറക്കിയാലോ? അത് വേണ്ട, എനിക്കത്ര കറക്റ്റ് ആയിട്ടല്ല, പക്ഷെ അറിയുന്ന സാധനം ഞാൻ പറയാം. അറിയുന്നല്ല, കേട്ടിട്ടുള്ള സാധനം. എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല. പണ്ട് നമ്മുടെ ശിവനും പാർവതിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഐതിഹ്യമാണ്. അപ്പം ശിവനും പാർവതിയും തമ്മിലുള്ള എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം മൂലം ശിവൻ വന്ന് ദേവലോകത്ത് നിന്ന് ഇറങ്ങിപ്പോന്നു, ഇനി തിരിച്ചൊരു വരവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ കയറി വന്നപ്പോൾ ഒരു അമ്പലം ശ്രദ്ധിച്ചോ? കണ്ടായിരുന്നു. എവിടെ? കൊള്ളാണോ? ആ അമ്പലത്തിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ വന്ന് പുള്ളി അവിടെ കൂടി, അവിടെ എന്തോ അവിടെ ആയിട്ടങ്ങ് ഇരുന്ന്. അപ്പം അങ്ങനെ കുറേ കാലങ്ങളായി. ഇപ്പോൾ പാർവതി ദേവി ആദ്യം ഓർത്തോണ്ടിരുന്നേ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം മാറുമ്പോൾ വരും. പക്ഷെ പുള്ളി മാസങ്ങളായി, ആഴ്ചകൾ മാസങ്ങളൊക്കെ ആയിട്ട് പുള്ളി തിരിച്ചു വരുന്നില്ല. അപ്പം ദേവിക്ക് എങ്ങനെയും ശിവനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ പുള്ളിക്കാരി വന്നിട്ട് ഇവിടെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഒരു വഴി കണ്ടതാണ്. ഈ പുഴ ഡാം കെട്ടി അടച്ചു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങി ഈ പ്രദേശം മുഴുവൻ പൊങ്ങുമല്ലോ. അപ്പം ശിവനോട് ഇരിക്കാൻ പറ്റില്ല, മച്ചാൻ തിരിച്ചു വരും എന്നുള്ളൊരു രീതിയിലായിരുന്നു പുള്ളിക്കാരിയുടെ ദേവിയുടെ ഒരു ഐഡിയ. അപ്പോൾ ദേവിക്ക് അത് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് നമ്മുടെ ശിവൻ്റെ ഭൂതഗണങ്ങളുടെ സഹായം തേടി. അപ്പം സഹായം തേടിയപ്പം അവന്മാർ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരാം. ആ ഒരു രീതിയിലെങ്ങാണ്ടാണ് ഇവർ പരിപാടി തുടങ്ങിയത്. ഒരു രാത്രിയിൽ ഭൂതങ്ങളുടെ ശക്തി രാത്രി മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഒറ്റ രാത്രി കൊണ്ട് തീർക്കാൻ വേണ്ടി ഇവർ വന്നിട്ട് ഇവിടെ പാറയെല്ലാം കൂട്ടി അടുക്കാൻ തുടങ്ങി. അപ്പം കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം പൊങ്ങി തുടങ്ങി. ഇതിൽ
ശിവന് കാര്യം മനസ്സിലായി. അപ്പം ശിവൻ വന്ന് കോഴിയുടെ രൂപം എന്തോ പുള്ളി സ്വീകരിച്ച് കോഴിയായിട്ട് ഇവിടെ വന്നിരുന്ന് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇവർ ഈ പണിയുന്നതിൻ്റെ സമയത്ത് പുള്ളി വന്നിട്ട് കോഴി കൂവി. അപ്പം എന്നാ പ്രത്യേകത, പകലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ശക്തി പോവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പം കോഴി കൂവിയപ്പോൾ ഇവരോർത്തു സമയം നേരം വെളുത്തു, അപ്പോൾ പുള്ളി ഇവരുടെ ശക്തി പോകുന്നോർത്ത് ഇവർ എത്ര പടതോ അത്രത്തോളം പണിയിട്ടിട്ട് തിരിച്ചു പോയി എന്നാണ് കേട്ടിട്ടുള്ളത്. എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. നീ ടോമാറ്റോൻ്റെ അടുത്ത് അവളോട് പറയുമ്പോൾ ടോമാറ്റോൻ്റെ കയ്യിൽ നിന്ന് കൂടെ ഇട്ടോ. ഇല്ലേ 40 രൂപയേക്കാൾ ഭേദം. അതെ, 10 രൂപയ്ക്ക് കയറിയിട്ട് ഒന്നുമില്ല. ആ 10 രൂപ ആരാണേലും വരുന്നവര് വെറുതെ കാശ് 10 രൂപയേ ഉള്ളൂ എന്നാൽ പോലും 10 രൂപയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് വർത്താണ് വരുന്നത്. ഫ്രീ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മറ്റേ പാലത്തേല് ആ സെയിം പാലത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡാം ഫുള്ള് കാണാം. അതുകൊണ്ട് മാക്സിമം എല്ലാവരും പോത്താൻകെട്ട അണക്കെട്ട്, പഴയ അണക്കെട്ട് ചോദിച്ചു വരിക. അതാണ് അടിപൊളി. ശരിയാണ്, അത് പറ, വഴി പറ. നമ്മൾ നോർമലി വരുമ്പം ഭൂത്താൻകെട്ട് റിസർവറിൻ്റെ ഒരു ഗേറ്റ് ഉണ്ടാവും. അവിടെ കയറാണ്ട് അതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡ് ഒരു മാക്സിമം ഒരു 300-400 മീറ്റർ ഉണ്ടാവുള്ളൂ. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ഭൂത്താൻകെട്ട് അണക്കെട്ടിൻ്റെ കവാടം എത്തും. പക്ഷേ അത് നമുക്കിപ്പോൾ വീഡിയോയിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമുക്കൊരു 1/2 കിലോമീറ്ററോളം വരെയെല്ലാം തോന്നും, കുറച്ചുകൂടെ ഉണ്ടാവും. കാട്ടിനകത്തോടെ സമാധാനത്തോടെ നടന്നു പോകാം. അങ്ങ് അറ്റത്ത് ചെന്ന് കഴിഞ്ഞാലും അത്യാവശ്യം സെറ്റായിട്ടിരുന്ന് വെള്ളം ആറും കണ്ട് ഡാമും കണ്ടിരിക്കാം. ഡാമല്ല, കല്ലുംകൂട്ടം കണ്ടിരിക്കാം. പിന്നെ ഫുള്ളാണേലും ഗൈഡുമാരുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കഥകളോ കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ട് അവർ കണ്ടിന്യൂസ് പറഞ്ഞു തരും. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ വഴി മൂന്നാറൊക്കെ പോകുന്നവരാണെങ്കിലും എന്തുകൊണ്ടും വന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണിത്. അപ്പം എന്തായാലും നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാമെന്ന് പറഞ്ഞു. നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടു വെച്ചിട്ടുണ്ട്. കണ്ടല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു വാച്ചർമാർ പറഞ്ഞൊരു വെള്ളച്ചാട്ടമാണ്. അതായിരുന്നില്ല പേര് മറന്നുപോയി. പേര് നമ്മൾ ചെന്നിട്ട് വീണ്ടും കാണിക്കാം. അപ്പം എന്തായാലും നമ്മൾ ഇനി അടുത്ത വെള്ളച്ചാട്ടത്തിലേക്കാണ്. പിന്നെ ബാക്കി കഥകൾ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കാണാം. എങ്ങനെയുണ്ട്?